നമസ്കാരം, വെട്ടൻ ന്യൂസ് ഓൺ ടൈമിലേക്ക് സ്വാഗതം. ഇനി വേറെ ലെവൽ ബാസിദ് വെഡിംഗ് മാൾ, ബാസിദ് ആർക്കേഡ്, പൂങ്ങോട്ടുകുളം, തിരൂർ. നിലമ്പൂർ താലൂക്കിലെ ഗ്രാമപ്രദേശങ്ങളിലെ യാത്രാക്ലേശം പരിഹരിക്കാനും പൊതുഗതാഗതം കാര്യക്ഷമമാക്കാനുമായി മോട്ടോർ വാഹന വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ ജനകീയ സദസ്സ് സംഘടിപ്പിച്ചു. PV അബ്ദുൾ വഹാബ് MP പരിപാടി ഉദ്ഘാടനം ചെയ്തു. ട്രെൻഡി ആൻഡ് കസ്റ്റമൈസ് കളക്ഷൻ, ബെസ്റ്റ് ഇൻ ബഡ്ജറ്റ്. തെയ്യം പാട്ടിൽ പോലൊരു ഓപ്ഷൻ വേറെ ഇല്ല. ഗ്രാമപ്രദേശങ്ങളിൽ പുതുതായി സർവീസ് നടത്തുന്ന സ്വകാര്യ ബസ്സുകൾക്ക് റോഡ് ടാക്സിൽ ഉൾപ്പെടെ ഇളവുകൾ അനുവദിക്കണമെന്ന കാര്യം സർക്കാർ പരിഗണിക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. പുതുതായി ആരംഭിക്കേണ്ട റൂട്ടുകൾ സംബന്ധിച്ച് 70ഓളം നിർദ്ദേശങ്ങളാണ് ജനകീയ സദസ്സിൽ വന്നത്. പൊതുഗതാഗത സംവിധാനം കുറവുള്ള ഗ്രാമീണ മേഖലകളിൽ ജനങ്ങൾ നേരിടുന്ന പ്രയാസങ്ങൾ ജനകീയ സദസ്സിൽ ചർച്ചയായി. താലൂക്കിലെ ജനപ്രതിനിധികളിൽ നിന്നും സന്നദ്ധ സംഘടനകളിൽ നിന്നും പൊതുജനങ്ങളിൽ നിന്നുമാണ് നിർദ്ദേശങ്ങൾ ലഭിച്ചത്. നിർദ്ദേശങ്ങൾ സംബന്ധിച്ച് വിശദമായ പഠനം നടത്തിയ ശേഷം പുതിയ സർവീസിന്മേൽ മോട്ടോർ വാഹന വകുപ്പ് തീരുമാനമെടുക്കും. നിലമ്പൂർ മുനിസിപ്പൽ കോൺഫറൻസ് ഹാളിൽ നടന്ന ജനകീയ സദസ്സിൽ നഗരസഭാ ചെയർമാൻ മാട്ടുമ്മൽ സലീം അധ്യക്ഷത വഹിച്ചു. ത്രിതല പഞ്ചായത്ത് പ്രസിഡന്റുമാർ, മുനിസിപ്പൽ കൌൺസിലർമാർ, പഞ്ചായത്ത് അംഗങ്ങൾ, സ്വകാര്യ ബസ് സർവീസ് സംഘടനാ ഭാരവാഹികൾ, രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിനിധികൾ, തൊഴിലാളി സംഘടനാ നേതാക്കൾ, സന്നദ്ധ സംഘടനാ പ്രതിനിധികൾ, പൊതുജനങ്ങൾ തുടങ്ങിയവരെ ഉൾപ്പെടുത്തിയാണ് ജനകീയ സദസ്സ് സംഘടിപ്പിച്ചത്. മലപ്പുറം RTO PA നസീർ സ്വാഗതവും നിലമ്പൂർ ജോയിന്റ് RTO KP ദിലീപ് നന്ദിയും പറഞ്ഞു. വെട്ട ന്യൂസ്, മലപ്പുറം.